ആചാര്യ ടി വി ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. പ്രശ്ന പരിഹാരത്തിന് ശക്തിയുള്ള മന്ത്രങ്ങൾ, നമ്മൾ യന്ത്രങ്ങളെ കുറിച്ചും പലതിനെ കുറിച്ചും കേട്ടിട്ടുണ്ട്. മന്ത്രങ്ങൾ പലരും പറയാറുണ്ട്, ഒരു മന്ത്രോപാസന തരുമോ എന്ന് ചോദിക്കും. ഷോഡശ മന്ത്രങ്ങളും സാധാരണ പറയുന്ന മന്ത്രങ്ങളും സിദ്ധമന്ത്രങ്ങളും ഒക്കെ നമുക്ക് എല്ലായ്പ്പോഴും ബുക്കുകളൊക്കെ നോക്കി നമുക്ക് പാരായണം ചെയ്യുകയോ ജപിക്കുകയോ ചൊല്ലുകയോ ഒക്കെ നമുക്ക് ചെയ്യാം. നിത്യജീവിതത്തിൽ അത് നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ചില മന്ത്രങ്ങൾ നമ്മൾ ഗുരുമുഖത്ത് നിന്ന് തന്നെ അത് ഗ്രഹിച്ചിട്ടുണ്ടാവണം എന്ന് പറയുന്നുണ്ട്. പ്രശ്നപരിഹാരത്തിന് ചില മന്ത്രങ്ങൾ നമ്മുടെ പ്രശ്നപരിഹാരത്തിന് സ്വയമേ നമുക്ക് ബുക്കുകൾ നോക്കി പുസ്തകങ്ങളൊക്കെ നോക്കി നമുക്ക് പാരായണം ചെയ്യാം. ആ മന്ത്രങ്ങൾ യഥാവിധി എത്ര പ്രാവശ്യം ജപിക്കണം എന്നുള്ളതും അതിലുണ്ട്. അത് അറിയാമെങ്കിൽ നമ്മൾ അതുപോലെ ജപിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ കാര്യസാധ്യം ഉറപ്പാണ്. നിത്യജീവിതത്തിൽ ഒട്ടനവധി പ്രശ്നങ്ങളെ തരണം ചെയ്യേണ്ടി വരുന്ന സമയമാണ് ഇപ്പോൾ. ഈ ലൗകിക ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളെ നമ്മൾ നേരിടാറുണ്ട്. അതിനെ എങ്ങനെ മറികടക്കാം എന്നാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പല പ്രശ്നങ്ങളെയും പലപ്പോഴായിട്ട് നാം നേരിടുന്നത് കൊണ്ട് ദൈവികമായ വ്രതങ്ങളിലൂടെയും നാമജപങ്ങളിലൂടെയും മന്ത്രോച്ചാരണങ്ങളിലൂടെയും ഒക്കെയാണ് നമ്മൾ ഈശ്വരനിൽ പൂർണ്ണത പ്രാപിക്കുന്നത്. അപ്പോൾ വ്രതങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്താലും ഈശ്വരനിൽ പൂർണ്ണത പ്രാപിക്കാൻ നമുക്ക് എന്താണ്? മന്ത്രോച്ചാരണം കൂടിയേ കഴിയൂ. മനസ്സും ശരീരവും അർപ്പിച്ചുകൊണ്ടുള്ള ജപരീതികൾ എപ്പോഴും ഈശ്വരാനുഗ്രഹം ഉള്ളതായിരിക്കും. മന്ത്രം ജപിക്കുമ്പോൾ ഈശ്വരനെ മാത്രം നമ്മൾ മുൻനിർത്തി ഈശ്വരനെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് മനസ്സിൽ പ്രതിഷ്ഠിച്ച് നമ്മൾ മന്ത്രോപാസന നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഈശ്വര ചൈതന്യവും ഈശ്വരനോടുകൂടി നമ്മൾ കൂടുതൽ അടുക്കുകയും ചെയ്യുന്നു. അപ്പൊ പിന്നെ നമുക്ക് ഈശ്വരൻ എന്ത് ചോദിച്ചാലും നമ്മുടെ കൈവെള്ളയിലേക്ക് തന്നിട്ടുണ്ടാവും. അതുകൊണ്ട് മന്ത്രങ്ങളെല്ലാം ജപകർത്താക്കള്, ഈ ജപിക്കുന്നവരെ മന്ത്രങ്ങൾ ജപിക്കുന്ന ജപകർത്താക്കൾക്ക് ശാന്തിയും സമാധാനവും ഐശ്വര്യവും വരുന്നതിന് വേണ്ടി പ്രശ്ന പരിഹാരങ്ങൾക്കും വേണ്ടി മന്ത്രോപാസന നടത്തുക. നിങ്ങൾ ഈ മന്ത്രോപാസനകൾ ഏത് മന്ത്രം ഏതിനു വേണ്ടി ജപിക്കണമെന്ന് വിചാരിച്ച് ആ മന്ത്രങ്ങളെ നിങ്ങൾ അതേപോലെ തന്നെ കൃത്യതയോടെ നിങ്ങൾ നിർവഹിക്കാൻ ശ്രമിക്കുക. ജപിക്കാനും പാരായണം ചെയ്യാനും ശ്രമിക്കുക. മന്ത്രങ്ങൾ ഒരിക്കലും രീതിയിൽ, അതായത് നിങ്ങൾ അതിനെ ഒരു ചീത്ത രീതിയിൽ നിങ്ങൾ പ്രയോഗിക്കാനോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പാടില്ല. സ്ഥിരമായിട്ടൊരു മന്ത്രം പ്രയോഗിക്കുന്ന ആൾ മന്ത്രത്തിന് തെറ്റുകൾ വരാതെ മന്ത്രങ്ങൾ അനിഷ്ടപരമായ രീതിയിൽ പ്രയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അറിയില്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു നല്ല ഗുരുവിൽ നിന്ന് ഒരു ഉപാസനയായിട്ടൊരു മന്ത്രം സ്വീകരിക്കുക. അങ്ങനെ താല്പര്യമുണ്ട്, ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ. അപ്പം നിങ്ങളുടെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രഭാതത്തിലോ സന്ധ്യാവേളകളിലോ അവശ്യാനുസരണം നിങ്ങൾക്ക് മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ്. അപ്പം അത് ഏത് മന്ത്രങ്ങളാണ്, സിദ്ധമന്ത്രങ്ങൾ നിങ്ങൾ ജപിക്കേണ്ടത്, നിങ്ങൾക്ക് എന്ത് ആവശ്യമാണ്, എന്ത് കാര്യമാണ് എന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞ് പ്രഭാതവേളയിൽ ജപിക്കേണ്ട മന്ത്രങ്ങൾ പ്രഭാതവേളയിലും സന്ധ്യയിലും പ്രഭാതത്തിലും ജപിക്കേണ്ടത് 2 നേരവും നിങ്ങൾ ജപിക്കാൻ ശ്രമിക്കുക. അങ്ങനെ മന്ത്രങ്ങളുടെ ശക്തി നിങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെല്ലുന്നതോടുകൂടി നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നിങ്ങൾ തന്നെ ഒരു സ്വയം മുതൽക്കൂട്ടായി തീരുന്നതാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും മാനസിക ടെൻഷനൊക്കെ ഒന്ന് ഓടി എവിടെയെങ്കിലേക്കൊക്കെ ഒന്ന് പോണ്ട. ആ മന്ത്രജപങ്ങളുടെ ശക്തി കൊണ്ട് നിങ്ങൾക്ക് മന്ത്രങ്ങളൊക്കെ തന്നു കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്ന മന്ത്രോപാസനയോ അല്ലെങ്കിൽ മന്ത്രങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ രോഗമുള്ളവർക്കും അല്ലാതെ ആഗ്രഹങ്ങൾ നിവർത്തിക്കുന്നവർക്കൊക്കെ മന്ത്രം കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ചോദിക്കുന്ന 21 ദിവസം ജപിച്ചിട്ട് അങ്ങ് നിർത്തിക്കോട്ടെ, ഞങ്ങൾ 15 ദിവസം മാത്രം ജപിച്ചാൽ മതിയോ? മന്ത്രങ്ങൾ ജപിക്കുന്നത് എത്രയധികമായാലും ഒരിക്കലും ദോഷം വരില്ല. കുറഞ്ഞാലേ ദോഷമുള്ളൂ, കൂടിയെന്ന് വെച്ചാൽ ഒരു ദോഷവും വരില്ല. അപ്പം അതുകൊണ്ട് മന്ത്രോപാസനകൾ നിത്യ ജീവിതത്തിലെ പ്രശ്ന പരിഹാരത്തിന് അത്യുത്തമം തന്നെയാണ്. ഗുരുമുഖത്തുനിന്ന് പറ്റുമെങ്കിൽ ഗുരുമുഖത്തുനിന്ന് ജപിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ നിത്യോപാസനയ്ക്ക് വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങൾ യഥാവിധി ബുക്കുകളിൽ നിന്നൊക്കെ കണ്ടുപിടിച്ച് നമ്മുടെ തിരുമേനിമാരൊക്കെ എഴുതുന്ന ബുക്കുകളിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ മന്ത്രങ്ങൾ കിട്ടും. അത് നിങ്ങൾ യഥാവിധി ജപിച്ച് നിങ്ങളുടെ ആഗ്രഹ സബലീകരണം എന്താണോ അതിനുവേണ്ടി മന്ത്രങ്ങൾ ജപിക്കുക, പാരായണം ചെയ്യുക. ആ ആഗ്രഹ നിവൃത്തി, അഭീഷ്ട കാര്യങ്ങൾ നിവൃത്തി വരുത്തിക്കൊള്ളുക.